മോളെ ആ പിങ്കി വരാറായില്ലേ? ഇപ്പൊ വരും. അതേ അവക്ക് ഇച്ചിരി എടുത്ത് മാറ്റി വെച്ചേക്കണേ, അല്ലെങ്കിൽ ബേളം ഉണ്ടാക്കുവേ. ആ അതെനിക്കറിയാലോ, നേരത്തെ മാറ്റി വെച്ചു. എങ്കിൽ അത്രയും നമുക്ക് തിന്നാടാ. ഇതത്ര നിന്നുള്ള പല്ല് വായിക്കാത്തോണ്ടാ ഉണ്ണി പിള്ളക്ക്. എന്റെ ബാക്കത്ത് പല്ലില്ല എന്നുള്ളത് നിനക്ക് എങ്ങനെ അറിയാം? ചോദിക്കണ്ടായിരുന്നു ഏട്ടാ. ആ ഓട്ട പല്ലിൻ്റെ കൂടെ കംപ്ലീറ്റ് കപ്പലിനെ എന്റെ മുഖത്ത് തെറിച്ച് കണക്കായി പോയി. തിരിച്ച് തുപ്പിത്തര അറിയണത്തോണ്ടല്ല ഏട്ടാ, പിന്നെ തന്തയെ തുപ്പി എന്നുള്ള പേര് വ്യാപിക്കാൻ വയ്യാത്തോണ്ടാണ്. എനിക്ക് പോടാ മുട്ട തലയാ. ഇറങ്ങി കേട്ടല്ലേ? ആ കേട്ടു. നീ എന്തിനാ അവളെ കയറി പിടിക്കുന്നത്? അതെന്ത് അവളെന്നെ മരുമോളല്ലേ? അതുകൊണ്ട് നിങ്ങളല്ലേ ഇവിടെ അടിച്ച് പിറ്റായിട്ട് 4 കാലം കിടക്കണം, എന്നിട്ട് ബാക്കിയുള്ള കുറ്റം പറഞ്ഞാൽ എന്തിന്? അടിച്ച് പിറ്റായി നടക്കണ എന്റെ തന്ത. എന്റെ തന്തയെ വിളിക്കുന്നുണ്ട്. എന്റെ തന്തയെ വിളിച്ചോണ്ടല്ലോ, തന്തയാണോ നോക്കൂല, പച്ച തന്തയ്ക്ക് ഞാൻ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതെ, നിങ്ങൾ രണ്ടുപേരും വഴക്കുണ്ടാക്കിയോ അടിയുണ്ടാക്കിയോ എന്താന്ന് വെച്ചാ ചെയ്തോ. അയ്യോ, താങ്കൾ എന്ത് ചെയ്യാൻ പോകുന്നു? ഞാൻ ഇവിടെ ഇരുന്ന് കപ്പലിട്ട് തിന്നോണ്ടിരിക്കും. ഓഹോ, അത് തന്നെ. മനസ്സിലായി. അപ്പൂപ്പന് കൊച്ചുമോളൊക്കെ സെറ്റ് അടിച്ച് നമുക്ക് തരണല്ലേ കേട്ടാ അണ്ണാ? അണ്ണാ മണിക്കൂട്ടാ അണ്ണാ, മണിക്കൂട്ടാ എവിടെ ആയിരുന്നു? അണ്ണ ഇവിടെ നടക്കണമെന്ന് അറിയില്ലേ? ആരെന്നാ? എന്താ പ്രശ്നം? എന്താ അണ്ണ കണ്ണം തുറന്നു വെച്ച് ദിവാസ്വപ്നം കാണണല്ലേ? ചിരിച്ചേ? ഒന്നുമില്ല. അല്ല ചിരിക്കണടക്കി ഒന്നുമില്ലടാ. കാര്യം പറ. ഇവിടെ ഒന്നുമില്ലെന്ന്. എന്താ കാര്യം? ഒന്നുമില്ലെന്ന് പറയല്ലേ? അച്ഛൻ എന്തിനാ ചൂടാവണത്? എടാ ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അതാണ് അതിന്റെ അർത്ഥം. അതായിരുന്നു അതിന്റെ അർത്ഥം. അല്ലെ അർത്ഥം വ്യാകരണമൊക്കെ പഠിപ്പിക്കുക അച്ചാര് കണക്ക് മാഷ? കണക്ക് മാഷല്ല, മലയാളം. മലയാള മാഷ. എന്നെ മാഷെന്ന് വിളിക്കുന്ന മാഷെന്ന് വിളിച്ചാലേ മലയാള ഭാഷ വലിയ ചീത്തയൊന്നുമല്ല. അതങ്ങനെ പള്ളിക്കൂടത്തിന്റെ പടി കണ്ടല്ലേ മാസ്റ്ററും കുട്ടിയൊക്കെ അറിയുള്ളൂ. ഓ, വിദ്യാഭ്യാസമുള്ള ഒരുത്തൻ 10ാം ക്ലാസ്സിൽ 210 മാർക്ക് എന്നല്ലേ നീ വാങ്ങിച്ചത്? പിന്നെ കൂടുതൽ കൊണ്ട് വിടണ്ട. ഹലോ, 210 അല്ല 213. അങ്ങനെ മോഡറേഷനിലൊന്നും ജയിച്ചല്ല ഞാൻ കേട്ടാ. ഞാൻ സ്വന്തമായിട്ട് എഴുതി വാങ്ങിച്ചു തന്നെ. ആ കോപ്പി അടിച്ചു പാസ്സായതല്ലേ? എന്തോന്ന് കോപ്പി അടിച്ചത്? കോപ്പി അടിച്ചപ്പോ ഓഹോ, എല്ലാം കൂടെ ടീം അടിച്ചുള്ള ആക്രമണം. മനസ്സിലായി. ഇവിടേക്കേണ്ട കാര്യം എനിക്കില്ല. ഞാൻ പോണെന്ന്. കപ്പലിൽ ഞാടാ. അങ്ങനെ കപ്പലിൽ എന്നിട്ട് പോവാൻ സൗകര്യപ്പെടില്ല കേട്ടാ. കപ്പലിനെ കൊണ്ട് പോണേണ്ടവൻ പറയല്ലോ മാമ, ഞാൻ വാങ്ങിച്ചേട്ടാ. മാമനപ്പോ വിദ്യാഭ്യാസം ഒന്നും ഇല്ലല്ലേ എന്ന് ഇവൻ പറയണേ, എനിക്കറിഞ്ഞൂടെ. അല്ല, മാമനല്ലേ സ്കൂളിൽ പോയിട്ടുള്ളത്? അല്ല, സ്കൂളിലൊക്കെ ഞാൻ പോയിട്ടൊക്കെ ഉണ്ട്. എത്രാം ക്ലാസ് വരെ? ഞാൻ 4ാം ക്ലാസ് വരെ പോയിട്ടുണ്ട്. പോരെ? ഒയ്യോ, പിന്നെ ഒരുപാട് വിദ്യാഭ്യാസമായി. അതുവരെ പോകാൻ സമ്മതിച്ചോളൂ. സ്കൂളിൽ പോണമെന്ന് പറഞ്ഞു ഞാൻ കരഞ്ഞ് അച്ഛൻ്റെ അടുത്ത്. വേണ്ടാന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു മക്കളെ ശരിയാവൂല, നീ വീട്ടിൽ നിന്നാ മതി. സ്കൂളുകാരായിരിക്കും പറഞ്ഞു. അല്ല, എന്റെ അച്ഛൻ പറഞ്ഞു. അതെ ആമാ, ഞാനേ കിച്ചണിലോട്ട് പോവാണ്. അവള് വരാറായി. എന്തെങ്കിലും കനത്തിനുണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ ചെവി കേൾക്കാൻ പറ്റൂല. ബഹളമാവും. നോക്ക്, കനത്തിൽ എന്തെങ്കിലും കഴിക്കണല്ലേ? മാമനപ്പുറത്തേ ഒരു 2 വലിയ കല്ലെടുത്ത് വെച്ചിട്ടുണ്ട്, പുഴുങ്ങി തരട്ടെ? എന്റെ പൊന്നു മാമ, വിശന്ന് പറഞ്ഞു വരുമ്പോ ഒരുമാതിരി കോമഡി അടിക്കല്ലേ കേട്ടാ. ഇനി നിനക്കേ അവിടെ പോയി എടുത്ത് കുടിച്ചാൽ എന്താ? ഞാൻ കുറച്ച് ഓറ പോയല്ലേ. പിന്നെ നീ എപ്പോഴും ഓറ. എന്നാലും ഞാൻ പോയി ഫ്രഷ് ആയിട്ട് ചായ കുടിക്കും. ഓക്കെ.